ഈശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാമത്തെ അധ്യായം 27 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ് തിരുസഭ നമുക്കിന്ന് ധ്യാനവിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക. യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതകാലത്തിന് സിനഗോഗിൽ പ്രവേശിച്ച് വചനഗ്രന്ഥം വായിച്ചപ്പോൾ ഏശയ്യാ പ്രവചനത്തിൽ നിന്ന് അവിടുന്ന് വായിച്ചു, അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഘോഷിക്കാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ദൗത്യ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് നാം കണ്ടെത്തുന്നത് 2 അത്ഭുതങ്ങളുടെ വിവരണങ്ങളാണ്. അന്ധയാചകർക്കും ഊമനും ഈശോ സൗഖ്യം കൊടുക്കുന്നു. മത്തായി സുവിശേഷത്തിൽ നാം കാണുന്ന ദ്വന്ദ്വ പരാമർശം ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മത്തായി സുവിശേഷകൻ പലപ്പോഴും ഒരാൾക്ക് പകരം 2 പേരെ അവതരിപ്പിക്കുന്ന ഒരു ശൈലി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സമാന്തര സുവിശേഷങ്ങളിലൊക്കെയും ഒരു അന്ധയാചകന് ഈശോ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണുമ്പോൾ മത്തായി സുവിശേഷത്തിൽ നമ്മൾ 2 അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന ഈശോയെ കണ്ടെത്തുക. ഇത് ഒരു തർക്കവിഷയമാക്കേണ്ട കാര്യമില്ല. ഈശോ ഒരാളെ സുഖപ്പെടുത്തിയാലും 2 പേരെ സുഖപ്പെടുത്തിയാലും ഈശോ കണ്ണിന് കാഴ്ച കൊടുത്തു എന്നതാണ് ഇവിടുത്തെ പ്രമേയം. തുടർന്ന് ഊമനായ ഒരുവനെ ഈശോ സുഖപ്പെടുത്തുന്നു. അന്ധന്മാരോട് ഈശോ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സൗഖ്യം കിട്ടണം, ഞങ്ങളുടെ കണ്ണിന് കാഴ്ച തെളിയണം. ഈശോ അവരുടെ കണ്ണിൽ സ്പർശിച്ചു, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാഴ്ച ലഭിക്കട്ടെ എന്ന് പറയുന്നു. വിശ്വാസത്തോടെ ഈശോയെ ചേർത്ത് പിടിച്ചവർ സൗഖ്യം നേടുന്നു. ഊമനായ ഒരുവനെയും ഈശോ സുഖപ്പെടുത്തുന്നു. ഈ 2 അത്ഭുതങ്ങളുടെ വിവരണത്തിന് ശേഷം ഈശോയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ഈശോ നമ്മുടെ മുമ്പിൽ പരിചിന്തനത്തിനായിട്ട് നൽകുന്ന ഒരു ചിന്ത, വിളവ് അധികം വേലക്കാരോ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ അവൻ്റെ ആത്മീയ ശുശ്രൂഷ തുടരുവാൻ നിയോഗിക്കപ്പെട്ട ദൈവമക്കൾ ഇനിയും ഇനിയും ധാരാളമായി കടന്നു വരേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി എന്ന് തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ അനുകമ്പ എന്ന വാക്ക് സിമ്പതി എന്ന വാക്കിൻ്റെ അർത്ഥത്തിലല്ല വചനത്തിൽ നാം കാണുക. സിമ്പതി എന്ന് വെച്ചാൽ വേദനിക്കുന്ന, വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുവനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കരുണയുടെ ഭാവമാണ്. അയ്യോ കഷ്ടം എന്ന് അവനെ കാണുമ്പോൾ തോന്നുന്ന വികാരം. എന്നാൽ ഈശോ ഇവിടെ പ്രകടിപ്പിക്കുന്ന അനുകമ്പ അത് സഹിഷ്ണുതയാണ്, സഹാനുഭൂതിയാണ്, എമ്പതിയാണ്. അവൻ്റെ ദുഃഖത്തിൽ അവനോട് പങ്കുചേരുന്നു. അവൻ കരയുന്നത് കാണുമ്പോൾ കൂടെ കരയാൻ തോന്നുന്നു. അവൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യങ്ങളാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ലാസറിൻ്റെ ഭവനത്തിൽ മണ്ണിനടിയിൽ പാറയ്ക്കുള്ളിൽ 4 ദിവസങ്ങൾക്ക് മുൻപ് അടക്കപ്പെട്ട തങ്ങളുടെ സഹോദരനെ ഓർത്ത് കരയുന്ന മർത്തയെയും മറിയത്തെയും കൂടെയുണ്ടായിരുന്ന ജനത്തെയും കണ്ടപ്പോൾ ഈശോ കണ്ണീർ പൊഴിച്ചു എന്ന് വചനം പറയുന്നത്. അവരുടെ വേദന അവൻ്റെ വേദനയായി മാറുക. അവർക്ക് സഹോദരനെ നഷ്ടപ്പെട്ടുവെങ്കിൽ തനിക്ക് തൻ്റെ പ്രിയ സുഹൃത്തിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന നൊമ്പരം ഈശോയുടെ കരച്ചിലിൻ്റെ പിന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഈ എമ്പതിയുടെ, സഹിഷ്ണുതയുടെ, സഹാനുഭൂതിയുടെ ഭാവമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ
എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ പോരുന്ന ഒരു തമ്പുരാൻ്റെ അനുഗ്രഹം അത് സ്പർശിച്ച് അനുഭവിച്ച് ബോധ്യപ്പെടാൻ നമുക്ക് ദൈവം അവസരം തരുന്നുണ്ട്. നമ്മുടെ നൊമ്പരങ്ങളും വേദനകളുമൊക്കെ അവൻ്റെ കുരിശിൻ്റെ താഴെ പത്രോസ്ലീഹ പറയുന്നത് പോലെ അവൻ്റെ പാദാന്തികത്തിൽ നിൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ സമർപ്പിക്കണം. തക്ക സമയത്ത് നിന്നെ അവിടുന്ന് ഉയർത്തിക്കൊള്ളുമെന്ന് പറയുന്ന വചനത്തിൻ്റെ പൊരുൾ നമുക്ക് ഉൾക്കൊള്ളാം. നമ്മുടെ ആത്മീയ അന്ധതയുടെ തലങ്ങൾ മറ്റുള്ളവരെ മനുഷ്യരായി കാണാനും അവൻ്റെ നൊമ്പരങ്ങൾ തിരിച്ചറിയാനുമൊക്കെ നമുക്ക് സാധിക്കാതെ പോകുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് മാറാൻ ഇനിയും കുറേയൊക്കെ ബാക്കിയുണ്ട് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചല്ലോ, നിങ്ങൾ ഇന്നുവരെ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. കർത്താവ് ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന തലത്തിൽ അവൻ്റെ മുമ്പിൽ നമ്മുടെ ആകുലതകളും വ്യഗ്രതകളും വേദനകളും ദുഃഖങ്ങളും രോഗപീഠകളും ഒന്നും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് അന്ധതയ്ക്കൊപ്പം നമ്മുടെ ആത്മീയ അന്ധതയുടെ തലങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ബധിരതയ്ക്കൊപ്പം അവരുടെ നൊമ്പരങ്ങളും വേദനകളും കേൾക്കാനാവാത്ത അടഞ്ഞുപോയ ചെവികളെ നമുക്ക് സമർപ്പിക്കാം. അവിടെയൊക്കെ ഈശോ തൊടട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ. കരയുന്നവൻ്റെ കണ്ണീരിൻ്റെ ഉപ്പുരസം തിരിച്ചറിയാനല്ല നമ്മുടെ നിയോഗം. അവനെ ചേർത്ത് പിടിക്കാനാ, അവനെ മാറോട് ചേർക്കാനാ, അവനെ സ്വന്തമാക്കാനാ. ആ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കാനുള്ള നിയോഗം ഈശോ നമുക്ക് നൽകുന്നു. അന്ധർക്കും ബധിരനും അത്ഭുതകരമായ സൗഖ്യം കൊടുത്ത ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ ആത്മീയ അന്ധതയുടെയും ആത്മീയ ബധിരതയുടെയും മേഖലകളിൽ സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അവിടുത്തോട് ചേർന്ന് നിൽക്കാം. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളൊക്കെ നമുക്ക് ഉയർത്താം. ഒപ്പം ഈശോ ആവശ്യപ്പെട്ടതുപോലെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ സഹിഷ്ണുത തോന്നിയ, അനുകമ്പ തോന്നിയ ഈശോയെ പോലെ നമുക്കും ചുറ്റുമുള്ള ജനങ്ങളോട് അനുകമ്പ തോന്നാൻ, അവൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ദുഃഖങ്ങളാക്കി മാറ്റാനുള്ള നിറവിൻ്റെ മനസ്സിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം ഈശോ പറഞ്ഞതുപോലെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ നമുക്ക് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈശോ അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ അവിടുത്തെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ളവരെയൊക്കെ കരുതി കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് പൗരോഹിത്യ സന്യസ്ത ജീവിതാന്തസ്സിലേക്ക് ഈശോയുടെ പ്രേക്ഷിത ആരാമത്തിൽ ജോലി ചെയ്യാൻ ഒക്കെ ആവശ്യമായ ദൈവമക്കളെ നൽകണമേ എന്ന്, അവരിലൂടെ വരുന്ന കാലത്തെ സഭ കൂടുതൽ ധന്യമായ ആത്മീയ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.